ഇറാൻ സുരക്ഷാ മേധാവി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി ലാരിജാനിയെ വധിച്ചുവെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടരുന്നു. തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി, ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. ആന്റണി രാജുവിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസ് പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി മാർച്ച് 19. നടി വീണ നായർ ഏറ്റുമാനൂരിൽ 2020 സ്ഥാനാർത്ഥി. 10 തവണ ജയിച്ച PJ ജോസഫ് MLA ഇനി മത്സരത്തിനില്ല. തൊടുപുഴയിൽ PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് സ്ഥാനാർത്ഥി. CPM വിട്ട G സുധാകരനെതിരെ CPM സംഘടിപ്പിച്ച പ്രകടനത്തിൽ പങ്കെടുത്ത 500 പേർക്കെതിരെ കേസെടുത്ത് പുന്നപ്ര പോലീസ്. ഗതാഗതം തടസ്സമുണ്ടാക്കിയതിനാണ് കേസെടുത്തത്. TVK സഖ്യസാധ്യത അവസാനിപ്പിച്ച BJP. KPCC അധ്യക്ഷ സ്ഥാനം സണ്ണി ജോസഫ് ഒഴിയും. കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് സാധ്യത. സീറ്റില്ലെന്ന വിവരം MPമാരെ അറിയിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. ലൈംഗിക പീഡനക്കേസിൽ പ്രതിയായതിനാൽ സ്ഥാനാർത്ഥിത്വം തടഞ്ഞുവെച്ച് ഹൈക്കമാൻഡ്. പാർട്ടി സീറ്റ് തന്നാൽ 15,000-ൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളി. താൻ നീതിക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ലെന്ന എൽദോസ് കുന്നപ്പള്ളി. തന്റെ അയോഗ്യത എന്തെന്ന നേതൃത്വം പരിശോധിക്കണമെന്നും എൽദോസ് കുന്നപ്പള്ളി. ചെങ്ങന്നൂരിൽ MP ഗോപകുമാറിനെ BJP സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രാദേശിക നേതാക്കൾ നേതൃത്വത്തിന് പരാതി അറിയിച്ചു. ജോർജ് കുര്യൻ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ BJP ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യുവിനെ BJP സസ്പെൻഡ് ചെയ്തു.